Good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ജസ്റ്റ് ഒന്ന് തുടങ്ങിയായിരുന്നു. ക്വാളിറ്റി മാനേജ്മെന്റ് ഏതാണ്? 4th മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞു അല്ലെ? അതായത് നമ്മൾ പറഞ്ഞതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നതാണ് ഒരു ഓർഡിനറി പേഴ്സണെ സംബന്ധിച്ച് ക്വാളിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്. എക്സാമ്പിൾ ഒരു സർവീസ് ആകാം. എക്സാമ്പിൾ ക്യാൻറ്റീൻ സർവീസ് ഓർ എ പ്രൊഡക്റ്റ്, റിസ്റ്റ് വാച്ച് ഒരു പ്രൊഡക്റ്റ് ആകാം. ഇതൊക്കെ എങ്ങനെയായാലും ഒരാള് നമ്മള് ക്വാളിറ്റീനെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാ? അതിൽ നിന്ന് എന്ത് നമ്മള് പ്രതീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കുറച്ച് വേർഡ്സ് ആണ് ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി. ഇതൊക്കെ ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില വേർഡ്സുകളാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പല വേർഡ്സുകൾ, ഡിഫറെന്റ് വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി. ക്വാളിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പല വേർഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും we could describe it as extents to which a product or service contain a person or a group. That is how much satisfaction the person receives from the service. പല വേർഡ്സുകൾ ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? ഒരു പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ ഒക്കെ എത്രത്തോളം അതിൽ ഉള്ളടക്കം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ the person receive from the service. ഒരു സർവീസ് സ്വീകരിച്ചതിന് ശേഷം നമുക്ക് എത്രമാത്രം സംതൃപ്തി ലഭിക്കുന്നു അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ? നമ്മൾ നോക്കും, പിടിച്ചൊക്കെ നോക്കും, നല്ല ക്വാളിറ്റി ഉണ്ടോ, ഇത്രത്തോളം അതിനുള്ള ഒരു ഗുണമേന്മയുണ്ട്, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കും അല്ലെ? എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. What is quality of care? പരിചരണത്തിന്റെ ഗുണനിലവാരം. ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ ഗുണനിലവാരം എന്താണ്? When we say quality of care, we means health activities that we in the medical, nursing, laboratory field, etc. execute daily to benefit our patient without causing harm to them. എന്താണ് ക്വാളിറ്റി എന്നത്? ക്വാളിറ്റി കെയർ, പരിചരണത്തിന്റെ ഗുണനിലവാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ പേഷ്യൻസിന് ഒരു ദോഷമൊന്നും ഇല്ലാത്ത രീതിയിൽ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, കണ്ടോ? ഡെയിലി ടു ബെനിഫിറ്റ് അവർ പേഷ്യന്റ് വിത്തൗട്ട് കോസിങ് ഹാം ടു ദം. പറഞ്ഞേക്കുന്നത് നമ്മുടെ പേഷ്യന്റിന് ദോഷം വരുത്താത്ത രീതിയിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന, പ്രയോജനം കിട്ടുന്ന രീതിയിൽ നമ്മൾ ദിവസവും നടപ്പിലാക്കുന്ന എവിടെ മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡില് തുടങ്ങിയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്ന ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പേഷ്യൻസിന് ദോഷമൊന്നും ഉണ്ടാകാത്ത, പേഷ്യൻസിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡിലുള്ള ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Quality of care requires that we pay attention to the requirements of patient and client. ക്വാളിറ്റി ഓഫ് കെയർ, രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരം എന്നതിൽ എന്താവശ്യമാണ് അവിടെ? We pay attention to the requirements of patients and clients. പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ക്ലയൻസിന്റെ ആവശ്യകതകളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതനുസരിച്ചിട്ട് വേണം നല്ല ക്വാളിറ്റി സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്? അതൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? പേഷ്യൻസിന്റെയും ക്ലയന്റിനും ഒക്കെ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്, അവരുടെ ആവശ്യങ്ങളില് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. We must also use methods have to be verified to save affordable, താങ്ങാവുന്നത് affordable and can lessen death.
നിരക്ക് മരണം കുറയ്ക്കുന്നത്, ഇൽനെസ് ആൻഡ് ഡിസബിലിറ്റി. Furthermore, we are expected to practice as stated in two set standards are laid down by clinical guidelines and protocol. എന്താ പറഞ്ഞേക്കുന്നത്? We must also use the method. എങ്ങനെയുള്ള മെത്തേഡുകൾ അവിടെ യൂസ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? പേഷ്യൻസിന് സുരക്ഷിതമായിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, അഫോർഡബിൾ, താങ്ങാവുന്നത്, മരണസംഖ്യ ഒക്കെ കുറയ്ക്കുന്നത്, രോഗങ്ങള്, ഡിസബിലിറ്റി ഇതൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡുകൾ വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് പേഷ്യൻസിനെയൊക്കെ സേഫ് ആയിട്ടുള്ളത്, അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളത്, മരണസംഖ്യ കുറയ്ക്കുന്നത്, രോഗങ്ങള്, ഡിസബിലിറ്റി ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡ് വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട്, ഉപയോഗിക്കേണ്ടത്. ആ രീതികൾ വേണം അവിടെ ഉപയോഗിക്കാനായിട്ട്. Furthermore, we are expected to practice as stated in sets of standard as laid down clinical guidelines and protocols. എന്ന് പറഞ്ഞിരിക്കുന്ന ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോളുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, ക്ലിനിക്കൽ പ്രോട്ടോകോളുകളും ക്ലിനിക്കൽ ഗൈഡ്ലൈൻസും പ്രോട്ടോകോളുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാനുള്ള പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ രീതിയിലുള്ളത് നല്ല ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ അപ്പൊ പേഷ്യൻസിന് സേഫ് ആയിട്ടുള്ള, താങ്ങാൻ പറ്റുന്നത്, ഇത് കുറയ്ക്കുന്നത്, ഇൽനെസ് ഡിസബിലിറ്റി ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ അതാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ക്ലിനിക്കൽ ഗൈഡ്ലൈൻസും പ്രോട്ടോകോളുകളും നിലനിർത്തുന്ന ആ പ്രോട്ടോകോളുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉള്ള പരിശീലനങ്ങൾ അതിനനുസരിച്ച് പരിശീലിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ചോദിക്കാൻ ഇല്ല. With the quality of care, we do the exact thing at the exact time. എന്താ പറഞ്ഞിരിക്കുന്നത്? വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി ഡു ദ എക്സാക്ട് തിങ്സ്. ശരിയായ, ഞങ്ങള് കൃത്യസമയത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. നമ്മള് ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനം എന്നത് എന്താണ്? എക്സാക്ട് ടൈമില് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. With the quality of care, we do the exact thing at the exact time. We check the patient promptly. Patient promptly എന്ന് വെച്ചാൽ ഉടനടി. പേഷ്യൻസിനെ ഉടനടി തന്നെ ചെക്ക് ചെയ്യുന്നു. ആൻഡ് മേക്ക് ദ റൈറ്റ് ഡയഗ്നോസിസ് ആൻഡ് ഗീവ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. കണ്ടോ, പേഷ്യന്റിനെ ഉടനടി ചെക്ക് ചെയ്തിട്ട് ശരിയായിട്ടുള്ള രോഗനിർണയം, അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. With the quality of care, we keep on enhancing our standard of service till the excellence is got. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? നമ്മുടെ ആ പരിചരണത്തിന്റെ ആ ഗുണനിലവാരത്തോടെ അതിന്റെ മികവ് ലഭിക്കുന്നത് വരെ, എക്സലൻസ്, അതിന്റെ മികവ് ലഭിക്കുന്നത് വരെ ഞങ്ങള് സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എൻഹാൻസ് ചെയ്യുക, ഉയർത്തുക. With the quality of care, we keep on enhancing our standard. നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കൊടുക്കുന്ന ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന ആ സർവീസുകളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കും. എവിടം വരെ? till the excellence is got. അതിന് കൃത്യമായിട്ടുള്ള മികവ് ലഭിക്കുന്നത് വരെ ആ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഇനി നെക്സ്റ്റ് വരുന്ന കമ്പോണൻസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ. ക്വാളിറ്റി ഹെൽത്ത് സർവീസ്, ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞേക്കുന്ന കമ്പോണൻസ് ഒക്കെ അതിനകത്ത് ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് വേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഏതൊക്കെയാണ്. ആ ഒരു ബോക്സിലുള്ളത്. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്.
നല്ലൊരു ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം അതിന് പല ഭാഗങ്ങളുണ്ട്. We should understand these in order to refine quality of care. പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവ മനസ്സിലാക്കണം. പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. We should understand these. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കമ്പോണൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. In order to refine quality of care. പരിചരണത്തിന്റെ ഗുണനിലവാരം നമ്മൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. The parts are listed in the box below. താഴെ ഓരോ കമ്പോണൻസ് ബോക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. We shall look briefly at each of the parts. ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ബ്രീഫ് ആയിട്ട് താഴെ പഠിക്കാനുണ്ട്. ഇതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ആണ് അസസ് എന്ന് പറയുക. എൻട്രി, പ്രവേശനം. അസസ്, ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള പ്രവേശനം. എൻട്രി ഓർ അസസ്, പ്രവേശനം, അസസ് ചെയ്യുക, പ്രവേശനം. സെക്കൻഡ് വൺ ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്. എന്താണ്? സാങ്കേതിക കഴിവ്. സാങ്കേതിക കഴിവ്, ടെക്നിക്കൽ കോമ്പീറ്റൻസ്, സാങ്കേതിക കഴിവ്. ഇക്വിറ്റി, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. ഇക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം. അടുത്തത് എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. അടുത്ത നോക്കിയേ എഫിഷ്യൻസി, കാര്യക്ഷമത. എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പിന്തുടർച്ച, തുടർച്ച, കണ്ടിന്യൂറ്റി. സേഫ്റ്റി, സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻ, വ്യക്തിബന്ധങ്ങള്. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങള്. അമ്യൂണിറ്റീസ്, അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. ഇത്രയും കമ്പോണൻസ് ഉണ്ട്. എല്ലാത്തിന്റെ പേര് പഠിച്ചു വെക്കുക കേട്ടോ. അസസ്, പ്രവേശനം, ടെക്നിക്കൽ കോമ്പീറ്റൻസ്, സാങ്കേതിക കഴിവ്, ഇക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം, എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, എഫിഷ്യൻസി, കാര്യക്ഷമത, കണ്ടിന്യൂറ്റി, പിന്തുടർച്ച, സേഫ്റ്റി, സുരക്ഷ, ഇന്റർപേഴ്സണൽ റിലേഷൻ, വ്യക്തിബന്ധങ്ങള്, അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ സൗകര്യങ്ങള് അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. ക്ലിയർ ആയോ? കമ്പോണൻസ് എനിക്കാണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. ഇതിനും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. വല്ല ചെറിയ ഡെഫിനിഷൻ പോലെയൊക്കെ തന്നിട്ട് അത് ഏതിനകത്ത് വരുന്നതാണെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കാം. അത് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം കേട്ടോ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി ആ പാരഗ്രാഫില്. നോക്കിയേ, ഫസ്റ്റ് ആണ് അസസ് ടു സർവീസ്. ആ സർവീസിലേക്കുള്ള, ആ ഹെൽത്ത് സർവീസിലേക്കുള്ള അസസ്, പ്രവേശനം. Everyone should have an entry to quality health care. ഒരു ഗുണനിലവാരമുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഒരു ഗുണമേന്മയുള്ള ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. Everyone should have an entry to quality health care. അപ്പോ ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ മേഖലയിലേക്ക്, ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും എന്തുണ്ട്? പ്രവേശനമുണ്ട്. Entry refers to the ability of an individual to obtain health service. എൻട്രി എന്ന് പറഞ്ഞ എന്താണ്? എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ്. എന്തിനാ? ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഹെൽത്ത് സർവീസ് ലഭ്യമാക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു എബിലിറ്റിനെയാണ് എൻട്രി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Entry refers to the ability of the individual to obtain health service. ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, some of the factors that can affect entry are. എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. Some of the factors that can affect entry are. എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റത്തെ ഡിസ്റ്റൻസ്, ദൂരം. രണ്ടാമത്തെ ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള കഴിവ്.
ദെൻ മൂന്നാമത്തെ നോക്കിയ കൾച്ചർ, നമ്മുടെ സംസ്കാരം, ബിലീഫ്, വിശ്വാസങ്ങൾ, വാല്യൂസ്, മൂല്യം. ഇത് മൂന്നും നമ്മളെ എൻട്രീനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. That can affect the entry. അത് മൂന്നെണ്ണം നോട്ട് ചെയ്തിടാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എൻട്രി അല്ലെ ആക്സസ് ടു ദ സർവീസ് അതിനെ അഫക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റത്തെയാണ് ഡിസ്റ്റൻസ്, ദൂരം. ഓക്കെ, എക്സാമ്പിൾ, വേർ എ ഹെൽത്ത് ഫെസിലിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഫാർ അവേ. നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം, ഹെൽത്ത് ഫെസിലിറ്റി ദൂരെയാണെങ്കിൽ, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഹെൽത്ത് ഫെസിലിറ്റി ദൂരെയാണെങ്കിൽ, or it is difficult to get transport to the facility, അല്ലെങ്കിൽ ആ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള ട്രാൻസ്പോർട്ട് അത് ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കറക്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി എന്നുള്ളത് ഒരു പ്രശ്നമാണ് അല്ലെ. നമ്മുടെ അടുത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലെ. ദൂരെയാണെങ്കിലും രണ്ട് കാര്യം പറഞ്ഞേക്കണേ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി സിറ്റുവേറ്റഡ് ഫാർ അവേ. ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദൂരെയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കൊരു ഹെൽത്ത് കെയറിലേക്ക്, ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു പ്രവേശനം എന്നുള്ളത് എന്താണ്, ബിക്കം എ പ്രോബ്ലം, ഒരു പ്രശ്നമാണ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ട്, where people cannot pay for the service rendered. നമുക്ക് അവിടെ നിന്ന് തരുന്ന സർവീസ് ഇല്ലേ, അതിനുള്ള ആ അനുവദിച്ചിട്ടുള്ള സർവീസ്, അതിനുള്ള പേയ്മെന്റ് നമുക്ക് കയ്യിലില്ലെങ്കിൽ, അതിന് where the people cannot pay, ഇപ്പൊ പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ ബാക്കിലാണെങ്കിലും നമുക്ക് ആ ഒരു ഹെൽത്ത് സർവീസിലേക്കുള്ള എൻട്രി എന്നുള്ളത് എന്താണ്, പ്രശ്നമുള്ള കാര്യമാണ്, become a problem. അതും ഒരു പ്രശ്നമാണ്. where the people cannot pay for the service rendered. നമ്മുടെ ആളുകൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ, ആ സേവനങ്ങൾക്ക് പണം നൽകാൻ കഴിയില്ലെങ്കിൽ, ആളുകൾ ചെയ്യുന്ന സേവനം, അവിടുത്തെ സർവീസിന് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് പേയ്മെന്റ് അത് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ മൂന്നാം നോക്കിയ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. കൾച്ചർ, സംസ്കാരം, ബിലീഫ്, വിശ്വാസങ്ങൾ, വാല്യൂ, മൂല്യങ്ങള്. The service provided may not be in keeping with the culture, belief and value of some people. അപ്പൊ അവിടെ നൽകുന്ന സേവനം, ആ ക്വാളിറ്റി ഹെൽത്ത് കെയർ, നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സംരക്ഷണം, അതിന് നമുക്ക് നൽകുന്ന സേവനങ്ങള് ചില ആളുകളുടെ സാംസ്കാരിക മൂല്യത്തിന്, വിശ്വാസത്തിന് ഒക്കെ, സംസ്കാരത്തിനൊക്കെ എന്താണ്, അത് നമുക്ക് അതിന് അനുകൂലമല്ലെങ്കിൽ, യോജിച്ചതല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് പ്രശ്നമാണ്. The services provided may not be in keeping with the culture, belief and the value of some people. അപ്പൊ നമുക്ക് അവിടുത്തെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആളുകളുടെ സംസ്കാരത്തിനും വിശ്വാസത്തിനും വാല്യൂവിനും ഒക്കെ യോജിച്ചതല്ലെങ്കിലും ആ ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് എന്താണ്, become a പ്രോബ്ലം, അതും ഒരു പ്രശ്നമാണ്. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ ദൂരെയാണെങ്കിൽ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദൂരെയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് അവർ നൽകുന്ന സർവീസിന് നമുക്ക് പേ ചെയ്യാൻ, കനോട്ട് പേ, നമുക്ക് ആളുകൾക്ക് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമാണ്. പിന്നെ അവിടെ നൽകുന്ന സേവനങ്ങൾക്ക് നമുക്ക് നമ്മുടെ ആളുകളുടെ സംസ്കാരത്തിനും ബിലീഫ് വാല്യൂസിനൊക്കെ യോജിച്ചതല്ലെങ്കിലും അനുകൂലമല്ലെങ്കിലും എന്താണ്, ആ ഹെൽത്ത് കെയറിലേക്കുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രശ്നമാണ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആ സെക്കൻഡ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞായിരുന്നു. പിന്നെ മൂന്നെണ്ണം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള പേരുകളും ഒന്ന് നോക്കി വെക്കാം കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അടുത്തത് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആണ്, സാങ്കേതിക കഴിവ്. Technical proficiency as an indicator of quality assurance suggested that we should have a sufficient knowledge and skill to perform our function in order to provide quality service. ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നേ, have a sufficient knowledge and skill.
നമുക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള നോളേജ്, അറിവ് വേണം, കഴിവുകൾ വേണം. ആ ഫങ്ഷൻ, ആ പ്രവർത്തനങ്ങൾ പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവുകളും എന്ത് വേണം, സ്കില്ലുകളും കഴിവുകളും ഒക്കെ വേണം. അവിടെ നോക്കി എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് അതിനകത്ത് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കൽ പ്രൊഫഷ്യൻസി ആസ് എ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് സജസ്റ്റഡ് that we should have a sufficient knowledge and skill to perform our function in order to provide quality care. ഗുണനിലവാരത്തിന്റെ ഉറപ്പിന്റെ സൂചകം എന്നുള്ള നിലയിൽ, ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്ന നിലയിൽ ഒരു സാങ്കേതിക വൈവിധ്യം, ടെക്നിക്കൽ പ്രൊഫഷ്യൻസി, ഗുണനിലവാരമുള്ള സേവനം നൽകുന്നതിന് എന്ത് വേണം, സഫീഷ്യന്റ് ആയിട്ടുള്ള നോളേജും സ്കില്ലുകളും വേണം. ഓക്കെ, എക്സാമ്പിൾ വൺ, ഈ എക്സാമ്പിൾ പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. Example, one must go to a nursing school and pass the nursing examination before she can work as a nurse. എന്താ പറഞ്ഞേക്കുന്നത്, ഒരാള് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. ബിഫോർ ഷീ ക്യാൻ വർക്ക് ആസ് എ നേഴ്സ്. നേഴ്സായിട്ട് നേരെ വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ? നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. അതായത് അവർക്ക് അതിനുള്ള കഴിവ് വേണം, അറിവ് വേണം, സ്കില്ല് വേണം അല്ലെ? ആ ഒരു ഫീൽഡിൽ അറിവും സ്കില്ലുകളൊക്കെ വേണം. Even though we are no longer in school, we have to continue to refine our knowledge by reading health book and attending in-service training workshop. ഇപ്പൊ നമ്മുടെ നേഴ്സിംഗ് സ്കൂളിൽ ഇല്ലെങ്കിലും, അതായത് ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് വിട്ട് നിൽക്കുകയാണെങ്കിലും, ഇപ്പൊ നേഴ്സിംഗ് എക്സാം സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സായി ഉടനടി ജോലിക്ക് കയറുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ കുറച്ച് ബ്രേക്ക് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ അവിടെ ഇല്ലെങ്കിൽ, ഇതാണ് ഇവർക്ക് വി ആർ നോ ലോങ്ങർ ഇൻ സ്കൂൾ, ഇപ്പൊ നമ്മൾ ആ സ്കൂളിൽ ഇല്ലെങ്കിലും എന്താ ചെയ്യണ്ടേ, വി ഹാവ് ടു കണ്ടിന്യൂ to refine our knowledge by reading health books. ഹെൽത്ത് ബുക്കുകൾ വായിച്ചുകൊണ്ടും പിന്നെ ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോളജും സ്കിൽസും ഒക്കെ നമ്മുടെ അത് കണ്ടിന്യൂ ചെയ്യണം, അത് നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു, നമ്മള് എന്താ പറയാ, ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് വായിക്കണം. നമ്മളിപ്പോ ഇന്ന് പഠിച്ചു അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് അപ്പം തന്നെ നാളത്തേക്ക് നമുക്ക് ജോലി ആവണമെന്നില്ല. ചിലപ്പോ നമ്മൾ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും. ആ ടൈമില് നമ്മൾ എന്താ ഇതുമായിട്ട് ടച്ച് വിട്ട് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് വായിച്ച് ഇടയ്ക്കൊക്കെ ഓർമ്മ പുലർത്തിക്കൊണ്ടേ ഇരിക്കണം. അത് തന്നെ അവിടെ പറഞ്ഞേക്കുന്നത്. നേഴ്സിംഗ് സ്കൂളിൽ ഇപ്പോഴില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു നോളജും സ്കില്ലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെ, ഹെൽത്ത് ബുക്കുകൾ വായിച്ചുകൊണ്ടും പിന്നെ ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകളിൽ പങ്കെടുത്തുകൊണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു നമ്മുടെ ഒരു അറിവ് ഒക്കെ നമ്മൾ നിലനിർത്തണം. സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷണൽ, നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ വി ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് അവർ ലിമിറ്റ്സ്. നമ്മുടെ ലിമിറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ ലിമിറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, വി ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് അവർ ലിമിറ്റ്. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ നോ what we can do and we cannot do. എന്താ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ നമ്മുടെ ലിമിറ്റുകൾ മനസ്സിലാക്കണം. ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്, വിത്ത് റിഗാർഡ് ടു വാട്ട് വി cannot do, we expected refer to them to the center or personnel who are more proficient to tackle എന്ന് പറഞ്ഞാൽ നേരിടുക, tackle them. അപ്പൊ ഇനി എന്താ പറഞ്ഞേക്കുന്നത്, നമുക്കപ്പോ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇനി പറഞ്ഞേക്കുവാണ് അവിടെ എന്താണ്, വിത്ത് റിഗാർഡ് ടു വാട്ട് വി cannot do. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കണ, റെഫർ ചെയ്യണം. മോർ പ്രൊഫിഷ്യന്റ്, കൂടുതൽ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് അല്ലെ, അതെന്ത് ചെയ്യണം, അത് റെഫർ ചെയ്യണം ടു ദ അതർ സെന്റർ, മറ്റുള്ള സെന്ററിലേക്കോ ഓർ മോർ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളിലേക്കോ നമ്മളത് റെഫർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ, ടു ടാക്കിൾ ദം, ആ പ്രശ്നത്തെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലിമിറ്റേഷനിൽ ഉൾപ്പെടുന്നതല്ലെങ്കിൽ
നമ്മുടെ ലിമിറ്റേഷൻ വരുന്ന കാര്യമല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സെന്റേഴ്സുമായിട്ടോ കൂടുതൽ മോർ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ളവരുമായിട്ട് എന്ത് ചെയ്യണം, എന്നുള്ളത് അത് റെഫർ ചെയ്യണം, അങ്ങനെയൊക്കെ റെഫർ ചെയ്യണം. Our practice should also be controlled by laid down standard and guidelines. Example, standard treatment guidelines. Our practice should also be controlled by, എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കണേ, എങ്ങനെ കൺട്രോൾ ചെയ്യണം? Our practice should also be controlled by laid down standards and guidelines. പ്രാക്ടീസ് വ്യവസ്ഥാപരവും മാനദണ്ഡവും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നിയന്ത്രിക്കപ്പെടണം എന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം? Our practice should also be controlled by laid down standards and guidelines. മാനദണ്ഡങ്ങളും ഗൈഡ്ലൈൻസും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മുടെ പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ നിശ്ചയിക്കണം, ഇതൊക്കെ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടണം. എക്സാമ്പിൾ, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസ്. ഓക്കെ, പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. ഇക്വിറ്റി. Quality service should be provided to all the people who are in need of them. They be they poor, children, adult, old, pregnant woman, disabled, etc. അപ്പൊ നമ്മള് ഇവിടെ എന്താ ഒരു പാർഷ്യാലിറ്റി ഒന്നും പാടില്ല. പൂർ, പാവപ്പെട്ടവനെന്നോ കുട്ടികളെന്നോ അഡൽറ്റ് പ്രായമായവര്, ഓൾഡ് പീപ്പിൾ, വയസ്സായ ആളുകള്, പ്രഗ്നന്റ് വുമൺ, ഡിസേബിൾഡ് ആയിട്ടുള്ളവര് എന്നുള്ള ഒരു പാർട്ടീഷനും ഒന്നും നമ്മള് ഇത് പാടില്ല. എല്ലാവർക്കും എങ്ങനെയാണ് നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈക്വൽ ആയിട്ട് ആരെയും പക്ഷാഭേദം ഒന്നും കാണിക്കാൻ പാടില്ല നമ്മളവിടെ. ക്വാളിറ്റി സർവീസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ പീപ്പിൾ. കണ്ടോ, എല്ലാ ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യണം. ആർ നീഡഡ് ഓഫ് ദം, എല്ലാവർക്കും, ദരിദ്രർക്കും, കുട്ടികൾക്കും, ആളുകൾക്കും, പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും, ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. Okay, quality service should be made available in all parts of the country, in village, town and cities. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗുണനിലവാരമുള്ള ഒരു സേവനം ഉറപ്പാക്കണം, ലഭ്യമാക്കണം. ഗ്രാമങ്ങളിലും ടൗണിലും സിറ്റീസിലും എല്ലായിടത്തും എന്ത് ചെയ്യുക, നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. The quality service should be made available in all parts of the country, in villages, towns and city. വില്ലേജുകളില്, ടൗണുകളില്, സിറ്റികളില് ഒക്കെ നല്ലൊരു നമ്മുടെ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അതാണ് എക്വിറ്റി എന്ന് പറയുന്നത്, നീതി അല്ലെങ്കിൽ ന്യായം. അതായത് എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യണം. പാവപ്പെട്ടവൻ, ദരിദ്രര്, പ്രഗ്നന്റ് വുമൺ, ഓൾഡ് പീപ്പിൾ എന്നുള്ള പക്ഷഭേദം ഒന്നും കാണിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് എക്വിറ്റി. ഇതൊക്കെ ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. നോക്കിയേ, ഫലപ്രാപ്തി. We are interested in type of care that generate positive change in patient health care or quality of life. നമുക്ക് എങ്ങനെയുള്ള സർവീസ്, ഇപ്പൊ ക്വാളിറ്റി ഓഫ് കെയർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, നല്ലൊരു പരിചരണത്തിന്റെ നല്ലൊരു ഗുണനിലവാരം, അതില് നമ്മൾ എങ്ങനെയുള്ള സർവീസ് കൊടുക്കാനാണ് അവർ ഇൻട്രസ്റ്റ്. We are interested in the type of care that generate positive changes in the patient health or quality of life. Patient health, patient ആരോഗ്യത്തില് ക്വാളിറ്റി ഓഫ് ഗുണനിലവാരമുള്ള ഒരു ജീവിതം, ഇതിനൊക്കെ ഒരു നല്ല പോസിറ്റീവ് ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് ഞങ്ങള് ഇൻട്രസ്റ്റ് ആണ്. കണ്ടോ, we are interested in type of care that generate positive changes in the patient health or quality of life. We therefore provide the treatment that are known to be fruitful. For example, ഇത് നോക്കി, അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞേക്കണേ. അതനുസരിച്ച് നമ്മള് ഫലപ്രദമായ അറിയപ്പെടുന്ന ചികിത്സാ രീതികള് നമ്മൾ കൊടുക്കണം. ഓക്കെ, we therefore provide the treatment that is known to be fruitful.
ഫലവത്തായിട്ടുള്ളത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇത് തന്നെ കൊടുക്കണം. ഫലപ്രദമായി അറിയപ്പെടുന്ന ചികിത്സാ രീതികൾ അതുകൊണ്ട് കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് അറിയപ്പാണ് ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ. ഡയറിയ ഉള്ള ഒരു കുട്ടിക്ക് എന്ത് കൊടുക്കണം? ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS കൊടുക്കണം. ഇതാണ് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. എന്താണ് എഫക്റ്റീവ്നെസ്? നമ്മൾ എന്താണ് പേഷ്യൻസിന്റെ ഹെൽത്തിന്, ക്വാളിറ്റി ഓഫ് ലൈഫിന് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള കെയർ കൊടുക്കാൻ ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. We therefore provide the treatment for known to be fruitful. അതുകൊണ്ട് തന്നെ നല്ല ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. ഫോർ എക്സാമ്പിൾ ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ. ഡയറിയ ഉള്ള ഒരു ചൈൽഡിന് എന്ത് കൊടുക്കണം? ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചേരാ കേട്ടോ. ORS, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. ഓക്കെ. അടുത്ത നോക്കിയേ, എഫിഷ്യൻസി, കാര്യക്ഷമത. കാര്യക്ഷമത. Efficiency is the provision of high quality care at the least possible cost. അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക. എന്താണ് എഫിഷ്യൻസി, കാര്യക്ഷമത എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ. നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുകയാണ്. എങ്ങനെ? അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചെലവില് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നത്. അതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എഫിഷ്യൻസി ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാണ്. Efficiency. Efficiency is the provision of high quality care at the least possible cost. സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചെലവില് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We are expected to make the best use of resource and avert waste of our മിക്കർ എന്നാണ്. മിക്കർ എന്ന് പറഞ്ഞാൽ തുച്ഛമായ, മിക്കർ റിസോഴ്സ്, മിക്കർ തുച്ഛമായ. എന്താ പറഞ്ഞേക്കുന്നത്? We are expected to make the best use of resource. റിസോഴ്സുകള്, വിഭവങ്ങള് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ആൻഡ് അവോയ്ഡ് എന്ന് വെച്ചാൽ പ്രിവെന്റ്, തടയുക. ഏതാണ് മിക്കറിന്? MEAGRE. കണ്ട രണ്ടാമത്തെ നോക്കിയേ, we are expected to make the best use of resource and avert waste of our weaker resources. തുച്ഛമായിട്ടുള്ള വിഭവങ്ങൾ, റിസോഴ്സുകള്. ഇപ്പൊ നമ്മള് കാര്യക്ഷമതയല്ലേ പറയുന്നേ, അതിനകത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? റിസോഴ്സുകൾ, വിഭവങ്ങള് നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതായത് നമ്മൾ വേസ്റ്റ് ഒന്നും വരാതെ, അവർക്ക് വേസ്റ്റേജ് ഓഫ് ഫോർമറ്റ് റിസോഴ്സസ്, മിക്കർ റിസോഴ്സസ്. അതായത് വിഭവങ്ങള് വേസ്റ്റേജ് ആയി പോകാതെ അതിന് തടയുന്ന രീതിയിൽ ഏറ്റവും കാര്യക്ഷമമായി തന്നെ റിസോഴ്സ് ഉപയോഗിക്കണം. We waste resource by prescribing unwanted drugs. ഇനി എങ്ങനെയാണ് നമ്മൾ അത് വേസ്റ്റ് ആക്കുന്നത്? റിസോഴ്സുകൾ വേസ്റ്റ് ആക്കുന്നത് എങ്ങനെയാ? Prescribing unwanted drugs. ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത്, prescribing unwanted drugs, ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത്. Stocking more drugs than is needed. ആവശ്യത്തിൽ കൂടുതലുള്ള ഡ്രഗ്, മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത്. Stocking more drugs than is needed. ആവശ്യത്തിൽ കൂടുതലുള്ള ഡ്രഗുകൾ സ്റ്റോക്ക് ചെയ്ത് than is needed and making them expire by buying supplies and equipments we do not use. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ? എക്സ്പയർ ബൈ സപ്ലൈ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സുകൾ, ഇതൊക്കെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ റിസോഴ്സുകൾ നമുക്ക് വേസ്റ്റ് ആയി പോകാം. What happens when we stock more drugs than is needed? എന്താ സംഭവിക്കുന്നേ? When we stock more drugs than is needed, ആവശ്യത്തിൽ കൂടുതലുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് എന്താ പറ്റുന്നേ? എക്സ്പയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെ? അത് വേസ്റ്റേജ് ആയി പോകും.
വേസ്റ്റേജ് ആയി പോകും. അതാണ് എഫിഷ്യൻസി. അപ്പൊ കാര്യക്ഷമമായ രീതിയിൽ തന്നെ റിസോഴ്സുകൾ ഉപയോഗിക്കണം. ഓക്കെ. Efficiency is the provision of high quality care at the least possible cost. ഏറ്റവും സാധ്യമായിട്ടുള്ള വ്യക്തിയിൽ നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എഫിഷ്യൻസി ക്ലിയർ ആയത്? നിങ്ങൾ അതൊന്ന് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഓക്കെ. അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് ആണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താ? പിന്തുടർച്ച. കണ്ടിന്യൂറ്റി, പിന്തുടർച്ച. ഓക്കെ. Continuity implies that the client or patient receive the full range of health service he or she needed, and that the case is beyond us, we refer him or her to the right level for further care. അപ്പൊ കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? ക്ലയന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ആരോഗ്യ സർവീസുകൾ, ഹെൽത്ത് സർവീസ് ഫുള്ള് ഫില്ല് ചെയ്യുന്നത്, ഫുൾ റേഞ്ചിൽ, അതിന്റെ ഫുൾ ആയിട്ടുള്ള ആ ഒരു റേഞ്ച് ഓർഡർ അത് ലഭിക്കുന്ന കേസുകൾ, അത് നമുക്ക് അപ്പുറമാകുമ്പോൾ, അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓൾറെഡി ഒരു ട്രീറ്റ്മെന്റിലും കാര്യങ്ങളൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ കേസ് നമ്മുടെ പരിധിക്ക് അപ്പുറത്താണെങ്കിൽ അതെന്തെങ്കിലും റെഫർ ചെയ്യും, അല്ലെ? കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫർദർ മോർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റെഫർ ചെയ്യും, അല്ലെ? നമ്മുടെ കേസ് പരിധിക്കാകും അപ്പുറത്താകുമ്പോൾ അത് റെഫർ ചെയ്യും. When we refer him or her to right level for further care, തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അത് റെഫർ ചെയ്യും. Continuity may be attained by the patient seeing the same primary health care worker by keeping exact health record, so that the another staff can have a sufficient information to follow up the patient. ഇപ്പൊ നമ്മളൊരു ഡോക്ടർ ആണെങ്കിലും ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ എന്താ അതിനകത്ത് സമ്മറി റെക്കോർഡിക്കലി എല്ലാനും കൊടുക്കുന്ന മരുന്നുകൾ ലിസ്റ്റ് ചെയ്തതിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് അവിടെ റെക്കോർഡിക്കലി ഉണ്ടായിരിക്കും. അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അത് വേറൊരു ഡോക്ടറിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ, ആ പേഷ്യന്റിന് കണ്ടിന്യൂറ്റി കിട്ടണം. ഇതിന് മുന്നേ എത്ര നാള് മരുന്ന് കഴിച്ചു, ഏതൊക്കെ മരുന്നാണ് കഴിക്കുന്നത്, ഏത് ഡോക്ടറെയാണ് കാണുന്നത്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അത് കൊടുക്കണം, അല്ലെ? അത് നമ്മളിപ്പോ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഒരു സമ്മറി കൊടുക്കൂലേ അവിടെ, ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? ആ രോഗിക്ക് തുടർ ചികിത്സയ്ക്കാണ്, ഫോളോ അപ്പ് ഫർദർ കെയറിന് വേണ്ടിയിട്ട്, തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും കാണേണ്ടി വരിക, ആ ഡോക്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടറിനെയൊക്കെ കാണേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആ ഡിസ്ചാർജ് സമ്മറി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന് മുന്നേ ഏത് ഡോക്ടറെ കണ്ടേക്കുന്നത്, എന്താണ് രോഗം, അപ്പൊ അതിന് സ്കാനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാരും അവിടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ ഇതെല്ലാരും അതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഇതിനു വേണ്ടി ഫർദർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിന്റെ സേഫ്റ്റിക്കായിട്ടൊക്കെ ഫർദർ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നോക്കിയേ, then same primary health worker by keeping exact health record, so that the another staff can have sufficient information to follow up the patient. അപ്പൊ ഇപ്പൊ സ്റ്റാഫ് ആണെങ്കിൽ ശരി, ഒരു ഡ്യൂട്ടി ടൈം വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റ് കയറി കഴിയുമ്പോൾ അത് മുന്നേ ഉള്ള സിസ്റ്റർ ആ സ്റ്റാഫ് എന്താണ് ചെയ്തേക്കുന്നത്, ഏത് മരുന്നാണ് കൊടുത്തേക്കുന്നത്, എത്ര എണ്ണം കൊടുത്തു, അല്ലെങ്കിൽ അതേ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, അല്ലെ? ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടണം. ഓക്കെ. ഫോളോ ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് ഇൻഫർമേഷൻ കിട്ടുന്ന അതിനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So that the other staff can sufficient information to follow up the patient. ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത്, അതാണ് നമ്മൾ കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആണ് സേഫ്റ്റി. അറിയാലോ, സുരക്ഷ. Safety implies that when providing health service,
We reduce to the barest minimum injuries, infection, after effects, and other dangerous to client and to staff. The സുരക്ഷ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മിനിമം ഇഞ്ചുറികൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹാർംഫുൾ ആഫ്റ്റർ എഫക്ട്സുകൾ നമുക്ക് ഉണ്ടാവാതിരിക്കുന്നതിന്, ആൻഡ് ടു അതർ ഡേഞ്ചറസ് ടു ക്ലൈന്റ് ഓഫ് സ്റ്റാഫ്, മറ്റുള്ള അപകടങ്ങളൊന്നും ക്ലൈന്റിനോ അല്ലെങ്കിൽ സ്റ്റാഫിനോ ഒന്നും ഉണ്ടാകരുത് അല്ലെ. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യമാണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ സേവനങ്ങൾ നൽകുമ്പോൾ, ഹെൽത്ത് സർവീസ് നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞ പരിക്കുകള്, ഇൻഫെക്ഷന്, ദോഷകരമായിട്ടുള്ള എഫക്റ്റ് ക്ലയന്റിനെയും സ്റ്റാഫിനെയും ഒക്കെ അങ്ങനെ അവർക്കുള്ള മറ്റുള്ള അപകടങ്ങള് എന്നിവയൊക്കെ കുറയ്ക്കുന്ന കാര്യമാണ്. നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം നൽകുമ്പോൾ നമ്മൾ എന്താണ്, പേഷ്യൻസിന്റെ ജീവിതം റിസ്കിലാക്കരുത്. When providing quality care, we should not put the patient life at risk. അപ്പൊ നല്ലൊരു ക്വാളിറ്റി കെയർ, നല്ലൊരു പരിചരണം കൊടുക്കുമ്പോൾ എന്താണ്, പേഷ്യന്റിന്റെ ലൈഫ് ഒരിക്കലും അപകടത്തിലാവരുത്. When providing quality care, we should not put the patient life at risk. For example നോക്കിയേ, സേഫ്റ്റിയുടെ എക്സാമ്പിൾ, we should not have a insecure blood to the patient and thereby infect them with the HIV or AIDS. നമ്മൾ പഠിച്ചില്ലേ, ബ്ലഡ് ബാങ്കിൽ പഠിച്ചില്ലേ, ഡോണർ റെസിപ്പിയന്റ് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ ബ്ലഡ് കൊടുക്കാം, ആരെന്തൊക്കെ റിസീവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് ആയിട്ട് ക്രോസ് മാച്ച് ചെയ്ത് വേണം ബ്ലഡ് എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പല രോഗങ്ങൾ മാത്രമല്ല ഡെത്തിന് വരെ കാരണമാകാം. അപ്പൊ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് പേഷ്യൻസിന് കൊടുക്കാതിരിക്കുക അല്ലെ. എന്താണ്, വി ഷുഡ് നോട്ട് ഗീവ് ഇൻസെക്യൂർ ബ്ലഡ് ടു പേഷ്യന്റ്, then thereby infect them with HIV or AIDS പോലുള്ള മാരകമായിട്ടുള്ള രോഗകാരികളുള്ള ബ്ലഡ് കൊടുക്കാൻ പാടില്ല. അതാണ് സേഫ്റ്റി എന്നതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി, ഇന്റർപേഴ്സണൽ റിലേഷൻ, വ്യക്തിബന്ധങ്ങൾ. It refers to the relationship between and our client and the community. Relationship between us and our client and the community, between health manager and the health staff. ആരൊക്കെ തമ്മിലുള്ളതാണ്, ക്ലയന്റ് ഓർ പേഷ്യന്റ്, കമ്മ്യൂണിറ്റി, ബിറ്റ്വീൻ ഹെൽത്ത് മാനേജർ ആൻഡ് സ്റ്റാഫ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നോക്കിയേ, we should show respect to our clients. നമ്മുടെ ക്ലയൻസിനോട് എങ്ങനെ പെരുമാറണം, റെസ്പെക്ട്, ബഹുമാനത്തോടുകൂടി. feel for our patients, then not be clients feel of our patients. അപ്പൊ പേഷ്യൻസിനോട്, ക്ലയന്റുകളോട് ക്ലയന്റിനെയൊക്കെ നല്ല രീതിയിൽ ബഹുമാനിക്കണം. ഫീൽ ഓഫ് അവർ പേഷ്യന്റ്, നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് പേഷ്യൻസിനോട് കൂടായിട്ട്, പരുക്കമായിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ഒച്ചയ്ക്ക് ഒക്കെ നമുക്ക് പരുക്കമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല. ഓർ ഷൗട്ട് അറ്റ് ഹിം, അല്ലെങ്കിൽ ഒച്ച വെക്കാനൊന്നും പാടില്ല. നോട്ട് ടു റിവീൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യന്റ് ടു അനദർ പേഷ്യന്റ്. പിന്നെ ലാസ്റ്റ്, നോട്ട് ബി റൂഡ് ഓർ ഷട്ട് റൂഡ്, പരുഷമായിട്ട് പെരുമാറാൻ പാടില്ല, ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല. നോട്ട് റിവീൽ ചെയ്യാച്ച വെളിപ്പെടുത്തുക, REVEAL, റിവീൽ, വെളിപ്പെടുത്തുക, റിവീൽ. And not to reveal information we get from patient to another patient. അതായത് നമ്മൾ ഒരു പേഷ്യന്റ് നമ്മൾ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇൻഫർമേഷൻസ്, അത് മറ്റുള്ള പേഷ്യൻസിനോട് ഷെയർ ചെയ്യാനൊന്നും പാടില്ല, അവരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പാടില്ല. ഓക്കെ, not to reveal information we get from patient to the other patients. അതായത് നമ്മള് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന പേഷ്യൻസ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ മറ്റുള്ള ആളുകളിലേക്കൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. ഇതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലയന്റ്, കമ്മ്യൂണിറ്റി, ഹെൽത്ത് മാനേജർ, സ്റ്റാഫ് ഇവരൊക്കെ തമ്മിൽ ഒരു നല്ലൊരു വ്യക്തിബന്ധം വേണം, റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം.
we should നമ്മുടെ ക്ലയന്റിനോട് എക്സ്പെക്ട് ആയിട്ട് പെരുമാറണം. ഫോർ അവർ പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ സൗമ്യമായിട്ട് പെരുമാറണം. ദേഷ്യപ്പെടാനോ ഒച്ച വെക്കാനോ ഒന്നും പാടില്ല. പിന്നെ ആളുകൾ ഈ പേഷ്യൻസ് നമ്മൾ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങള് എന്ത് ചെയ്യുക, അത് മറ്റുള്ള ആളുകളോടൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല, അവരോടൊന്നും വെളിപ്പെടുത്തരുത്. അതൊക്കെ എന്താ പറയാ, അത് സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു വ്യക്തിബന്ധത്തെ കാണിക്കുന്ന കാര്യമാണ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. ഇനി 9ാമത്തെ ഇച്ചിരി കൂടെ ഉണ്ട് അവിടെ. These will gives rise to good relation and trust between client or community and us. ഇത് നമ്മൾ അപ്പൊ അവരെല്ലാം നമ്മൾ പറഞ്ഞു ആരോട് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ. നോട്ട് റിവീൽ ഇൻഫർമേഷൻ, ഇവയെ വെളിപ്പെടുത്തരുത്. അത് പേഷ്യൻസിൽ നിന്നുള്ള വിവരങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് വെളിപ്പെടുത്തരുത്. അപ്പൊ അതൊരു സീക്രട്ട് ആയിട്ട് വെക്കുന്നു. അത് എന്ത് ചെയ്യുന്നു, ദീസ് വിൽ give rise to good relation. അത് നമ്മൾ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ, ആൻഡ് ട്രസ്റ്റ്, വിശ്വാസം, ക്ലയന്റ് കമ്മ്യൂണിറ്റികൾ നമ്മളൊക്കെ തമ്മിലുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടാക്കാനും നല്ലൊരു റിലേഷൻ, നല്ലൊരു ബന്ധത്തിനും കാരണമാകുന്നു. Client regard good interpersonal relationship as an important feature of quality care. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, പരിചരണത്തിന്റെ ഗുണനിലവാരത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിട്ട് നമുക്ക് നല്ല വ്യക്തിബന്ധങ്ങളെ കാണുന്നു. Client regard good interpersonal relationship as an important feature of dash India quality of care. ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റത്തെ അമ്യൂണിറ്റീസ് ആണ്, ഫെസിലിറ്റികൾ, സൗകര്യങ്ങളില്ലേ അത്. These are features that can be given by our health facility to make life smooth and pleasant for client. Client അല്ലെങ്കിൽ പേഷ്യന്റ് സൈലം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികളാണ്, സൗകര്യങ്ങളാണെന്ന് പറഞ്ഞു. These are features that can be given by our health facility to make the life smooth and pleasant of the client. ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ജീവിതം സുഖകരമാക്കാനും സന്തോഷപ്രദമാക്കാനുമുള്ള ഹെൽത്ത് ഫെസിലിറ്റീസിനെയാണ് അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നോക്കിയിട്ട് കോൺട്രിബ്യൂട്ട് ടു ക്ലയന്റ് കണ്ടെയ്ൻമെന്റ്, സംതൃപ്തി, കണ്ടെയ്ൻമെന്റ് ആൻഡ് മേക്ക് ക്ലയന്റ് റെഡി ടു യൂസ് അവർ സർവീസ്. ഈ ഒരു നല്ലൊരു ഫെസിലിറ്റികൾ ഹോസ്പിറ്റലിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രിബ്യൂട്ട് ടു ക്ലയന്റ് കണ്ടെയ്ൻമെന്റ്. ഒരു ക്ലയന്റിന്റെ പേഷ്യൻസിന്റെ കണ്ടെയ്ൻമെന്റ് സംതൃപ്തിക്ക് ഒരു സംഭാവന നൽകുന്നു അല്ലെ. നല്ല ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്, നല്ല സംതൃപ്തിയാണ്. അപ്പൊ നല്ല സംതൃപ്തിക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നു. ആൻഡ് മേക്ക് ക്ലയന്റ് റെഡി ടു സർവീസ്. പിന്നെ എന്താ, ആ ക്ലയന്റ് നമ്മുടെ സർവീസ് നൽകാനായിട്ട്, സർവീസിന് വേണ്ടി അവര് സർവീസ് സ്വീകരിക്കാൻ അവര് തയ്യാറാവുന്നു. ഉണ്ടോ? They contribute to client commitment and to make client ready to use our service. നമ്മുടെ സർവീസ് നമ്മളെല്ലാം നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ആളുകൾ കൂടുതൽ വരും അല്ലെ. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ, അത് ആ ഒരു സർവീസ് അത് ക്ലയൻസ് പേഷ്യൻസ് റിസീവ് ചെയ്യാൻ റെഡി ആവുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ കംഫർട്ടബിൾ സീറ്റ്, സുഖപ്രദമായിട്ടുള്ള സീറ്റുകൾ അല്ലെ. പേഷ്യൻസിന് ഇപ്പൊ വേദന, കാലുവേദന, കൈവേദന, നടുവേദന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്നി കൂടിയൊക്കെ ഇരിഞ്ഞൊന്നും ഇരിക്കാൻ പറ്റില്ല അല്ലെ. നല്ല നടുവൊക്കെ നിവർത്തി വെച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, നല്ല ഓരോരുത്തർക്കും വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. സീറ്റുകൾ വേണം, ആളുകൾ വന്ന് നിൽക്കാൻ പറ്റില്ല അധികം നേരം, അവർക്ക് ഇരിക്കാവുന്ന രീതിയിൽ നല്ല സുഖപ്രദമായിട്ടുള്ള സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം. ടെലിവിഷൻ സെറ്റ്, പിന്നെ ടെലിവിഷൻ OPD-യിലൊക്കെ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ, അപ്പൊയൊക്കെ നമുക്ക് ബോറടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടെലിവിഷൻ സെറ്റുകൾ, ഇതൊക്കെ എക്സ്ട്രാ ഫെസിലിറ്റീസിൽ വരുന്നതാണ് കേട്ടോ. ടെലിവിഷൻ സെറ്റ്, മ്യൂസിക്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ, പിന്നെ എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ്, നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോ ഫിലിംസുകൾ,
കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആക്കുന്ന നമുക്ക് ഹെൽത്ത് ടിപ്സുകളൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഫിലിംസ് എക്സെട്ര അറ്റ് ദ OPD ആൻഡ് വാർഡ്. ഇതെല്ലാം എവിടെ വെക്കും? OPD-യുടെ വാർഡിൽ വെക്കും. ഇങ്ങനെയുള്ള സൗകര്യങ്ങള് നല്ല ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസിന് പ്രൊവൈഡ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഓക്കെ, കംഫർട്ടബിൾ സീറ്റ്, ടെലിവിഷൻ സെറ്റ്, music, educational material, educative video film, etc. at the OPD and ward, outpatient department, വാർഡുകളിലൊക്കെ ഇങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും 9 കമ്പോണൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് ഏതൊക്കെയാണ് ആ ടേബിളിൽ വന്നേന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമ്പിള്. ഈ ഒരു ചാപ്റ്ററിന് അതിനകത്ത് ചോദിക്കാറുണ്ട്. അത് 9 എണ്ണത്തിന്റെ പേര് പഠിച്ചു വെക്കാം. ഇനി ബാക്കിക്ക് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇപ്പൊ ടീച്ചേഴ്സ് ഇങ്ങനെ തന്നെ ചോദിക്കാം. ടീച്ചേഴ്സ് ദാറ്റ് can be given by our health facility to make life smooth and pleasant for clients. അതേതാ ഫെസിലിറ്റി ആ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? എന്താ? അമ്യൂണിറ്റീസ്, സൗകര്യങ്ങള്. AMENITIES. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം കൂടി എടുക്കാം. 5 മിനിറ്റ് ഉള്ളൂ, 6 മിനിറ്റ് ഉള്ളൂ. ഇത്രയും കൂടെയാണ്. പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ വീക്ഷണങ്ങൾ. പെർസ്പെക്റ്റീവ്, വീക്ഷണങ്ങൾ. The health staff, health manager, client and community are all stakeholders in service delivery. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ പങ്കാളികളാണെന്നുള്ളത്. ഇൻവോൾവ് അത് അവര് ഈ പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി, അതായത് ക്വാളിറ്റി ഹെൽത്ത് സർവീസിൽ ഹെൽത്ത് സ്റ്റാഫിന് ഒരു പങ്കുണ്ട്. ഹെൽത്ത് മാനേജർ, ക്ലയന്റ് അല്ലെങ്കിൽ ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സർവീസ് ഡെലിവറി. സേവന വിതരണത്തില് പങ്കാളികളാണ്. ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ് മേ ബി ഫോർ ഡിഫറെന്റ് തിങ് ഫ്രം ദ ഹെൽത്ത് സർവീസ്. ഇതിൽ ഓരോ ഗ്രൂപ്പുകാരും ഏതാണ് ഒരു നല്ലൊരു ഈച്ച് ഗ്രൂപ്പ് മേ ഹോപ്പ്, പ്രതീക്ഷിക്കുന്നുണ്ടോ ഫോർ ഡിഫറെന്റ് തിങ് ഫ്രം ദ ഹെൽത്ത് സർവീസിൽ നിന്ന് പല കാര്യങ്ങളും ഇവര് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അല്ലെങ്കിൽ നമുക്കൊരു രീതിയിൽ പറയാം, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതില് ഇവരുടെ പങ്ക്. ഹെൽത്ത് സ്റ്റാഫ് എന്താ ചെയ്യുന്നേ? ഹെൽത്ത് മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന്റെ റോൾ എന്താണ്? എന്തിനു വേണ്ടിയ? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക്. ഈച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ് മേ ഗോ ഫോർ ഡിഫറെന്റ് തിങ് ഫ്രം ദ ഹെൽത്ത് സർവീസ്. ഒരു നല്ലൊരു ഹെൽത്ത് സർവീസിൽ നിന്ന് ഈ ഓരോ ഗ്രൂപ്പും എന്താണ് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. ഫസ്റ്റത്തെയാണ് ദ പേഷ്യന്റ് ഓർ ക്ലയന്റ് എന്ന് പറയുന്നത്. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, ഇത് നോക്കിയാൽ മതി. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, അവരുടെ പങ്ക് അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഈ ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയന്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇവരെല്ലാവരും നല്ലൊരു സേവന വിതരണത്തിന് പങ്കാളികളാണ്. ഈ ഓരോ ഗ്രൂപ്പും പേഷ്യന്റ് ആൻഡ് ക്ലയന്റ്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ഹെൽത്ത് കെയർ മാനേജർ, ഇപ്പൊ ഓരോ ഗ്രൂപ്പും ഹെൽത്ത് കെയർ ആരോഗ്യ സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എന്തെന്ന് പറയാൻ നമുക്ക്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക്, ഇവരുടെ റോൾ എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ പേഷ്യന്റ് ആൻഡ് ക്ലയന്റ് അവരെന്തൊക്കെയാണ് ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന് എങ്ങനെയൊക്കെ രീതിയിലുള്ള സർവീസുകൾ കാര്യങ്ങൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയറിൽ പ്രൊവൈഡ് ചെയ്യണം, അതും പറയാം. Okay, research done in the different parts of the country reveals that our patient or clients require services that are delivered on time by friendly and respectful staff, are safe, generate positive result and they can afford. അപ്പോൾ എന്ന് പറഞ്ഞാൽ താങ്ങാവുന്നത്, അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. അതിന് വരുന്ന പേയ്മെന്റ് ബില്ല് താങ്ങാൻ പറ്റുന്നതായിരിക്കും. പ്രൊവൈഡ് ദം വിത്ത് സഫീഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദർ ഡ്രഗ്സ് ദേ റിക്വയർ. ഗിവ് പ്രൈവസി, അവർക്ക് പ്രൈവസി വേണം. വിത്തിൻ റിച്ച് ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ്
they can understand. അപ്പൊ നമുക്കൊരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയറില് പേഷ്യൻസ് എന്തൊക്കെയാ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിന് എങ്ങനെയുള്ള കാര്യങ്ങൾ വേണം? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങളില് റിസർച്ചില് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? പേഷ്യൻസ് റിക്വയർ സർവീസസ് ദാറ്റ് ആർ ഡെലിവേർഡ് ഓൺ ടൈം, ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫുകള് നല്ലൊരു ക്വാളിറ്റി സർവീസ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് റിസർച്ചിൽ നിന്നും മനസ്സിലാക്കിയേക്കുന്നത്. ആർ സേഫ്, എങ്ങനെയായിരിക്കണം? സുരക്ഷിതമായിട്ടുള്ളത് ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, അതൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ളത്. ആൻഡ് ദേ ക്യാൻ അഫോർഡ്, അവർക്ക് താങ്ങാൻ പറ്റുന്നത്. Provide them with sufficient information about their condition and treatment. അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള മതിയായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതും അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത്, അവരുടെ കണ്ടീഷൻ, പ്രസന്റ് കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്നിവയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. Then provide them with all the drugs they can require. അവർക്ക് ആവശ്യത്തിനുള്ള ഡ്രഗുകള്, അവർക്ക് റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡ്രഗുകൾ, മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഗിവ് പ്രൈവസി, അവർക്ക് പ്രൈവസി കൊടുക്കണ രീതിയിലായിരിക്കണം. ഇത് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ? ആൻഡ് ആർ വിത്തിൻ റീച്ച് ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയില്, ലാംഗ്വേജില് അവർക്ക് അവരുടെ പരിധിയുടെ ഉള്ളിലുള്ളതും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മനസ്സിലാവുന്ന ഭാഷയിൽ സഫീഷ്യന്റ് ഇൻഫർമേഷൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിൽ നിന്ന് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് പ്രതീക്ഷിക്കുന്നത്. ഈ രീതിയിലൊക്കെ നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ, നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് ആണ് എന്നുള്ളത് നമുക്ക് ചെയ്യാം, നമുക്ക് അനുമാനിക്കാൻ പറ്റും അല്ലെ. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവരും നല്ല രീതിയിൽ അതിനോട് അനുയോജിച്ച് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവരും കൂടി അതിലേക്ക് കോപ്പറേറ്റ് ചെയ്യും, സഹകരിച്ച് പോകും. ഓക്കെ, പേഷ്യന്റ് ഓർ ക്ലയന്റ് എന്നുള്ള നമ്മൾ പറഞ്ഞത് ഇത്രയും നിങ്ങളൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇതിപ്പോ ലാസ്റ്റ് ആ ഒരു സെക്ഷനിലേക്കാണ് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ കമ്പോണൻസ് പഠിക്കണം, അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്ത നമ്മൾ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ് നോക്കിയത് കേട്ടോ. അത്രേ നോക്കിയുള്ളൂ. ഇപ്പൊ നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.